Hello, Namaskaram all, and welcome to a new set of videos on my YouTube channel. The next three videos are going to be about exploring Dubai. So, one of my closest friends, Sanya, she's come down from the UK. So, she came to spend time with me. എൻ്റെ കൂടെ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കുന്നുണ്ട്. So, and then I wanted to take her around Dubai. So, while taking her around Dubai, let me also take you around and show you a few places we've been to, right? So first തന്നെ I took her to JBR, Jumeirah Beach Residence. This place is a little close to my office. അപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. So I went there quickly, got it done, and then we started exploring JBR. So this place is an outdoor space. ഇവിടെ കുറേ ആർട്ട് എക്സിബിഷൻ, സ്ട്രീറ്റ് പെർഫോമേഴ്സും ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. ഇറ്റ്സ് ക്ലോസ് ടു ദി ബീച്ച് ഒബ്വിയസ്ലി. പിന്നെ ഇവിടുന്ന് ഐൻ ദുബായ് കാണാം. സോ കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ വി were quite hungry. So we stopped at this restaurant called Bombay Bungalow to have some food. So ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ റിയലി ലൈക്ക് ദ ഫുഡ്, സോ ഐ ഡിസൈഡ് ടു ടേക്ക് ഹർ ഹിയർ. ഇറ്റ് ഈസ് വെരി നോൺ ഫോർ ഇറ്റ്സ് ഇന്ത്യൻ ഫുഡ് വിച്ച് ഹാസ് എ ലിറ്റിൽ കണ്ടംപററി ട്വിസ്റ്റ് ടു ഇറ്റ്. ഫുഡ് കഴിഞ്ഞപ്പാട് വി കണ്ടിന്യൂഡ് ആർ വാക്ക് അലോങ് JBR. ഐ ഷോഡ് ഹർ ഓൾ ദ റെസിഡൻഷ്യൽ ടവേഴ്സ്. പിന്നെ JBR ഈസ് ക്ലോസ് ടു ദുബായ് മറീനവും പിന്നെ ബ്ലൂ വാട്ടർ ഐലൻഡൊക്കെ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളതെന്ന് വെച്ചാൽ ബീച്ചസ് ആണ്. സോ ദ ബീച്ച് ബൈ മീരാസ്, പിന്നെ JBR ബീച്ച്, ദ വാക്ക്, പിന്നെ ഐൻ ദുബായ്, ഇതൊക്കെയാണ് ഈ ഏരിയയിൽ കാണാനുള്ളത്. സോ അതൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ മൊത്തം നടന്നിട്ട് വി ഹെഡഡ് ടു അവർ നെക്സ്റ്റ് സ്റ്റോപ്പ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഫേമസ് ദുബായ് മോൾ. നമ്മൾ ദുബായ് മോളിൽ എത്തിയിട്ട് ആദ്യം തന്നെ പോയതാണ് ദുബായ് മോളിലുള്ള ചൈന ടൗണിൽ. സോ ദിസ് ഈസ് എ വെരി ന്യൂലി ലോഞ്ച് സെക്ഷൻ ഓഫ് ദുബായ് മോൾ ആൻഡ് എവറിഥിങ് അറൗണ്ട് ഫോക്കസസ് എ ലോട്ട് ആൻഡ് സെലിബ്രേറ്റ്സ് എ ലോട്ട് on Chinese culture, food and aesthetics. Appam there is a very nice dessert I've had from here before, so I wanted her to try. ഈ ഏരിയയിൽ നല്ല ഒത്തൻറ്റിക് ചൈനീസ് ഫുഡ് കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഫുൾ ഭയങ്കര ഭംഗിയായിട്ട് കുറേ റെഡ് ലാൻറ്റേൺസും കുറേ ഡ്രാഗൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു എക്സ്പീരിയൻസും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തൊരു ഏരിയ ആണ്. പിന്നെ ദുബായ് മോളിൽ വരുമ്പം കാണേണ്ട കുറേ ഫേമസ് ആയ സംഭവങ്ങളുണ്ടല്ലോ, ഇതുപോലത്തെ ഐസ് റിങ്ക്, പിന്നെ അവിടുത്തെ എക്വേറിയം, അവിടുത്തെ അണ്ടർ വാട്ടർ സൂ, VR പാർക്ക്, കിഡ്സേനിയ, റീൽ സിനിമ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ പോലും ദുബായ് ഫൗണ്ടൻ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ നടന്ന് സാനിയനെ ഫുൾ കാണിച്ചു കൊടുത്തു. ദുബായ് മോളിനെ പറ്റി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇനി പറയാനൊന്നുമില്ല. അത് ഭയങ്കര ഫേമസ്, വേൾഡ് ഫേമസ് ആയ ഒരു ഷോപ്പിംഗ് മോളാണ്. സിറ്റുവേറ്റഡ് ഇൻ ഡൗൺ ടൗൺ ദുബായ്, വെരി ക്ലോസ് ടു ബുർജ് ഖലീഫ. ഐ ഹവ് നെവർ ബിൻ ഓൺ ടോപ്പ് ഓഫ് ബുർജ് ഖലീഫ, ബട്ട് ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഈ ദുബായ് മോളിൻ്റെ അകത്തേക്ക് കൂടിയാണ് പോകുന്നത്. പിന്നെ ഈ ദുബായ് മോളിലുള്ള എല്ലാ ഷോപ്സും ആർ വെരി ഹൈ ആൻഡ് ഫാഷൻ, വെരി പോപ്പുലർ ബ്രാൻഡ്സ്. എല്ലാം വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇവിടെ വിൻഡോ ഷോപ്പിംഗ് അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. The next thing is of course the Burj Khalifa Ghana. So we went outside the Dubai Mall and there you could see the most fascinating, most beautiful building right in front of you. ബുർജ് ഖലീഫേൻ്റെ മുന്നിൽ 2 ഷോസ് ആണ് നടക്കാറുള്ളത്. ഒന്ന് LED ലൈറ്റ് ഷോ ആണ്, രണ്ടാമത്തുള്ള ദുബായ് ഫൗണ്ടൻ ഷോ ആണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ അവിടെ ഈ ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എല്ലാ ഹാഫ് ആൻ അവർ ഈവനിങ് ടൈമിൽ 30 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ ആണ്, ഓൾട്ടർനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു 6 PM മുതൽ 11 PM വരെ ഹാഫ് ആൻ അവർ ഗ്യാപ്പിൽ ഒന്നുകിൽ LED ഷോ അല്ലെങ്കിൽ ഫൗണ്ടൻ ഷോ ആയിട്ട് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണ്. ദുബായ് മോളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റിലുള്ള സംഭവമാണ് സൂഖൽ ബഹാർ. അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടൈം ഔട്ട് മാർക്കറ്റ് ഉണ്ട്. ടൈം ഔട്ട് മാർക്കറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ ദുബായ് ഫൗണ്ടൻ ഷോ. കാരണം നിങ്ങൾക്ക് എല്ലാ സൈഡിൽ നിന്നും കാണാൻ പറ്റും. ആൻഡ് താഴെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് വി ഡിസൈഡഡ് ടു ഗോ ടു ടൈം ഔട്ട് മാർക്കറ്റ് ആൻഡ് ദെൻ ഫ്രം ദെയർ വാച്ച് ദ ഫൗണ്ടൻ ഷോ.
This is a very unique experience I've seen many people do. I think I want to try it once. This is where is Cheri Cheri Boatle when the fountain show is going on. You can go in that area and watch all of this very close. അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്പോട്ട് എന്ന് ഫുൾ ഫൗണ്ടൻ ഷോ കണ്ടു കഴിഞ്ഞിട്ട് വി വെൻറ്റ് ഇൻസൈഡ് ടൈം ഔട്ട് മാർക്കറ്റ് ടു സീ വാട്ട് ഓൾ ഓപ്ഷൻസ് ആർ ദയർ ടു ഈറ്റ്. അപ്പം ടൈം ഔട്ട് മാർക്കറ്റ് ഇസ് ആക്ച്വലി ഒരു പാർട്ട് ഓഫ് ദുബായ് മോൾ ഇറ്റ് സെൽഫ്. സെയിം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ദുബായ് മോൾ ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് യു ക്യാൻ ആക്സസ് ദിസ് പ്ലേസ് ഓൾസോ. This market has like close to 17 diverse kitchens. ഇവിടെയൊക്കെ കുറേ കിച്ചൻസും ഡിഫറെൻറ്റ് ക്വിസീൻസും കുറേ ട്രഡീഷണൽ എമിറാത്തി ഡിഷസ് ടു ഇൻ്റർനാഷണൽ ഫ്ലേവേഴ്സ് എല്ലാ രീതിയിലും. ആൻഡ് ദർ ആർ സം റിയലി ഗുഡ് ബ്രാൻഡ്സ് ഓൾസോ ലൈക്ക് ബി സോഷ്യൽ, വിയറ്റ്നാമീസ് ഫുഡീസ്. പിന്നെ ഞാൻ ഏതൊക്കെയാണ് കണ്ടത്, ഐ റിമെമ്പർ സിങ് പിക്കിൾ, പിന്നെ നൈറ്റ് ജാർ, അങ്ങനെ കുറച്ച് നൈസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ദേ സെർവ് ആൽക്കഹോൾ ഓൾസോ. പിന്നെ കുറച്ച് കൾച്ചറൽ എക്സ്പീരിയൻസിന് ദർ ഇസ് എ സ്മോൾ ഏരിയ വെർ ദർ ഇസ് എ DJ സെറ്റപ്പ്. പിന്നെ ചില സമയത്ത് ഇവിടെ കുക്കിംഗ് ക്ലാസ് ഉണ്ടാവാറുണ്ട്, വർക്ക്ഷോപ്സ് ആൻഡ് സോ മച്ച് മോർ. സോ ഓൾ ടുഗെദർ ഭയങ്കര ഒരു ഡൈനാമിക് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ടൈം ഔട്ട് മാർക്കറ്റ്. ഇത് മൊത്തം കണ്ടപ്പോൾ തന്നെ വി വർ ക്വൈറ്റ് ടയേർഡ് ഫോർ ദ ഡേ. വി സ്ലോലി ഡിസൈഡ് ടു ഹെഡ് ബാക്ക് ആൻഡ് ടേക്ക് എ റിയലി ഗുഡ് റെസ്റ്റ് ഫോർ all that's going to come tomorrow. So good night, bye bye.